മറ്റൊരു വാർത്തയിലേക്ക് കാസർഗോഡേക്കാണ് പോകുന്നത്. കാസർഗോഡ് ദേശീയപാത തെക്കിൽ വളവിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോസഫ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റാർക്കെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുന്നൊരു സാഹചര്യമുണ്ടോ? ഭദ്ര, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടെത്തിയ ലോറികളും മറ്റു സ്വകാര്യ വാഹനങ്ങളുമാണ് ഒന്നിന് പിറകെ ഒന്നായി കൂട്ടിയിടിച്ചത്. വാനിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. ഈ മേൽപ്പറമ്പ് പോലീസും യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ചട്ടഞ്ചാലിലെ ടാറ്റ ആശുപത്രിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. നിരവധി വാഹനങ്ങൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതായത് ദേശീയപാത നിർമ്മാണത്തിന്റെ സാധന സാമഗ്രികൾ കൊണ്ടുവന്ന വാഹനത്തിൽ നിന്ന് ഈ പാർട്സ് പൊട്ടിത്തെറിച്ച് വീണാണ് ഈ അപകടമെന്നാണ് ഈ കണ്ടുനിന്നവർ പറയുന്നത്. ഈ അപകടത്തിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്ഥിതി കൂടുതൽ വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. കാരണം ഇത്രയേറെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിലും വലിയ പരിക്കുകളില്ലാതെ മറ്റാളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഭദ്ര, ജോസഫ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും വാഹനങ്ങൾ. അത് ചിലത് ഭാഗികമായും ചിലത് പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നൊരു വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടില്ല. വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി. വാഹനങ്ങളൊക്കെ ദേശീയപാതയാണ്, ഒത്തിരിയേറെ തിരക്കുള്ള ഒരു പാത കൂടിയാണ്. വാഹനങ്ങളൊക്കെ റോഡിൽ നിന്ന് മാറ്റിയിട്ട് രക്ഷാപ്രവർത്തനമായി കൃത്യമായി നടത്തുന്ന ഒരു പരിപാടിയിലേക്കായിരുന്നു അധികൃതർ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇനിയായിരിക്കും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അശാസ്ത്രീയമായി ഇത്തരം സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിലെ വീഴ്ചയാണോ എന്നടക്കം പരിശോധിക്കുക. ഏതൊക്കെയായാലും ഈ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന വാഹനത്തിൽ നിന്ന് പാർട്സ് പൊട്ടിത്തെറിച്ച് റോഡിലേക്ക് വീണതാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകാൻ സാഹചര്യമായി ദൃക്സാക്ഷികൾ അടക്കം പറയുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. റോഡടക്കം പൊളിഞ്ഞിട്ടുണ്ട്. വലിയ ഭാരമേറിയ വസ്തുവാണ് ഈ ലോറിയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് റോഡിലേക്ക് വീണത്. ഏതൊക്കെയായാലും വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്നവരും. ഭദ്ര, ജോസഫെ, നമുക്കറിയാം ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് ഇത് പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത് സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ വേണ്ട രീതിയിലൊരു സുരക്ഷാ ക്രമീകരണം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി? അതെ, പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ ഇത്തരത്തിൽ, അതായത് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിലെ വീഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് റോഡിലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കുഴിക്കുന്ന വലിയ യന്ത്ര സാമഗ്രികളാണ് ഇപ്പോൾ റോഡിലേക്ക് പൊട്ടിത്തെറിച്ച് വീണിട്ടുള്ളത്. അതുതന്നെ ആ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കും. ഇത്രയും ഭാരമേറിയ ഒരു വസ്തു ഈ റോഡിൽ വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴുക എന്ന് പറയുമ്പോൾ അത് എത്ര അശാസ്ത്രീയമായിട്ടാണ് കൊണ്ടുപോയതിന്റെ ഒരു തെളിവാണ്. അല്ലെങ്കിൽ അതുമൂലം വരുത്തിവെച്ച ഒരു അപകടമാണ് ഇതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഭദ്ര, ശരി. ജോസഫാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് ദേശീയപാത തെക്കിൽ വളവിലാണ് 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ട് 6 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.